ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി നമുക്ക് എക്സ്പെർട്ടൈസ് ആയ ആളുകളെയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള, ഇവർക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീനെ കുറിച്ചും അല്ലെങ്കിൽ ആപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നോവേഷൻ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര ഡീപ്പ് നോളജ് ഉള്ള ആളുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഇതുവഴി നമ്മൾക്ക് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഈ എഫിഷ്യൻസി കൂട്ടുക മാത്രമല്ല, ഇതിൽ സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലുകൾ എല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം, കാരണം നല്ല ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കും ഇവർ ഡെലിവർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നല്ല സർവീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതുവഴി ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് സ്കെയിലബിലിറ്റിക്ക് എത്താൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല ഒരു ഫ്ലെക്സിബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സീസണൽ ബിസിനസ്സും ഉണ്ടാവാം, അതല്ലാത്ത ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ സീസണൽ അല്ലെങ്കിൽ ഡൗൺ ടൈമിൽ അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഫ്ലോ വരാത്ത സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, B2B ടൈപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്ത് പറയാം, ഈ ഒരു 2 മാസം എനിക്ക് സീസണബിൾ അല്ല, ബിസിനസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 2 മാസം നമ്മുടെ സർവീസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 months കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് ഒരു ഇൻഹൗസ് ടീമാണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 മാസം നിങ്ങളെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ?